പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ലോകം ആകെ ആശങ്കയിലാണ്. ഓരോ ദിവസം പിന്നിടുന്നതിനനുസരിച്ച് അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോർവിളികൾ ശക്തമാകുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള US നീക്കം കടൽക്കൊള്ളയാണെന്നാണ് ഇറാൻ സായുധ സേന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഗൾഫിലോ ഒമാൻ ഉൾക്കടലിലോ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നും IRGC വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഇറാനുമേലുള്ള പുതിയ നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങും. ഇറാനിയൻ തുറമുഖങ്ങൾക്കും ഉപരോധമുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ ഈ ഉപരോധം നിഷ്പക്ഷമായി നടപ്പാക്കും. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഇറാനിയൻ തുറമുഖങ്ങൾ നിന്നല്ലാതെ കപ്പലുകളെ തടയില്ലെന്നും US സേന അറിയിച്ചിട്ടുണ്ട്. ഈ നീക്കത്തെ നിയമവിരുദ്ധമാണെന്നും കടൽക്കൊള്ള എന്നുമാണ് ഇറാൻ സായുധ സേന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള US ഭീഷണി മറികടക്കാൻ ഇറാൻ സ്ഥിരം സംവിധാനം നടപ്പിലാക്കുമെന്നും IRGC വക്താവ് അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധഭീതിയിൽ ഇറാൻ US രാജ്യങ്ങൾക്കിടയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഫോണിൽ വിളിച്ചാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കരാറിലെത്താനാകാതെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പിരിയുകയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അതിരൂക്ഷമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. യുദ്ധത്തിന് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരം കാണാനും പശ്ചിമേഷ്യയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ പുടിൻ തയ്യാറാണ്. ഇറാൻ പ്രസിഡന്റുമായുള്ള പുടിന്റെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് ക്രെംലിൻ പ്രസ്താവിച്ചു. പശ്ചിമേഷ്യൻ മേഖലകളിൽ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പുവരുത്താനുള്ള സാധ്യതകളും ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ചർച്ച ചെയ്തതായാണ് വിവരം. തങ്ങളുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമായ രീതിയിൽ നിലനിർത്തുന്നതിലൂടെ വികസനവും പുരോഗതിയും കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേലുമായി ചേർന്ന US ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഏറ്റവും മികച്ച വാഗ്ദാനം മുന്നോട്ട് വച്ചെങ്കിലും ഇറാൻ സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചാ വേദിയിൽ നിന്ന് മടങ്ങിയത്. ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ചർച്ച തുടരുമെന്നാണ് ഇറാൻ അറിയിച്ചത്. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോർമൂസിൽ ബദൽ ഉപരോധം പ്രഖ്യാപിച്ചതായി ട്രംപ് അറിയിച്ചിരുന്നു. ഇറാന് നിയമവിരുദ്ധമായ കരം നൽകി കടലിടുക്ക് കടക്കുന്ന ഏത് കപ്പലുകൾക്ക് നേരെയും US നാവികസേന ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിൽ തുടരുകയാണെന്നും എത്രയും വേഗം US കപ്പലുകൾ മടങ്ങാത്ത പക്ഷം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാനും പറഞ്ഞു. ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. ഇതിനിടെയാണ് പുടിന്റെ ഇടപെടൽ. അതേസമയം പാകിസ്ഥാനിൽ നടന്ന US ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ സൈനിക ഭീഷണിയുമായി തുർക്കി പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. രക്തദാഹിയ നെതന്യാഹു സമാധാന ചർച്ചകളെ അട്ടിമറിക്കുകയാണെന്നും ലബനാന്റെ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെറുപ്പും വിദ്വേഷവും കൊണ്ട് അന്ധരായി തീർന്ന നെതന്യാഹു ആധുനിക കാലത്തെ ഹിറ്റ്ലറായി മാറിയെന്ന് ഉർദുഗാൻ വിശേഷിപ്പിച്ചു. തുർക്കിയിൽ നടന്ന രാഷ്ട്രീയ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഇസ്രായേൽ നടപടിയെ രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചത്. ഇസ്രായേൽ